ചേച്ചിയുടെ മാരേജ് ഞങ്ങള് ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് ഉണ്ടായ ഒരു മാരേജ് ആയിരുന്നു ഇത്. അപ്പൊ എനിക്ക് ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു പോയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ അത്രയും കാലം എന്റെ കൂടെ അവളായിരുന്നു എനിക്ക് ഫുഡ് വരുത്തരിക. ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കില്ല. എനിക്ക് ഇപ്പോഴും ഫുഡ് വരുത്തരുന്ന ചേച്ചിയാണ്. എന്നെ എണീപ്പിച്ച് പല്ലേൽപ്പിക്കുന്ന ചേച്ചിയാണ്. എനിക്ക് പുറത്തു പോയ ഫുഡ് കഴിച്ചിരുന്ന എന്റെ എല്ലാ ഏറ്റവും സെറ്റ് കാര്യങ്ങളും നോക്കുന്നത് എന്റെ ചേച്ചിയാണ്. എനിക്ക് ചേച്ചിയല്ല, എനിക്ക് എന്റെ 3 ചേച്ചിമാർ എനിക്ക് സെക്കൻഡ് മദേഴ്സിനെ പോലെയാണ്. അപ്പൊ പെട്ടെന്ന് അവര് വേറെ വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോ ചെറിയൊരു വിഷമം എവിടേക്കോ ഉണ്ട്. പക്ഷെ ഷീസ് ഹാപ്പി, സോ ഐ ആം ഓൾസോ ഹാപ്പി. ആളാണ് ഞങ്ങളെ ഫാമിലി. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളെ ബാക്ക് ബോൺ. എന്റെ ഫാമിലി ഇപ്പൊ ഇങ്ങനെ പോണെന്നുണ്ടെങ്കിൽ ആളുടെ ഒറ്റ എഫേർട്ടും ഹാർഡ് വർക്കും മാത്രമാണ്. ഞാനിപ്പോ ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നല്ല കോസ്റ്റ്യൂം ഇടുന്നുണ്ടെങ്കിൽ, നല്ലൊരു ഓർണമെന്റ്സ് വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ പിന്നിൽ ആളുടെ എഫേർട്ടാണ്. ആളാണ് എനിക്കെല്ലാം. എന്റെ 3 ചേച്ചിമാരും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെസ്റ്റ് ഗിഫ്റ്റാണ്. पावन जस्तुति पात्र पावन चरित्र, पावन जस्तुति पात्र पावन चरित्र, रवि सोमवर नेत्र रमणीय गात्र, पावन जस्तुति पात्र पावन चरित्र, रवि सोमवर नेत्र रमणीय गात्र, सीता कल्याण वैभोगमे राम. ചേച്ചിന്നാ വിളിക്ക. പക്ഷെ ഞങ്ങളെ ഗ്യാങ്ങില് ഏറ്റവും കുട്ടിത്തുള്ള ഒരാള്. ആളെന്തേലും പറഞ്ഞ മാതിരി തന്നെ എന്തേലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ കൂടി അത് ഞങ്ങക്ക് കൊറേ ചിരിക്കാനുള്ള സംഭവമാവും. പിന്നെ ആൾക്കാണ് എല്ലാ ഔട്ടിങ് വേണ്ടത്, സിനിമയ്ക്ക് പോണ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ. സ്വന്തമായിട്ട് അനിയത്തിനായിട്ടൊന്നുമില്ല. എന്നാലും എനിക്ക് 3 അനിയത്തിമാരെ കിട്ടി. ആ ഒരു സന്തോഷമുണ്ട്. അതിൽ രണ്ടാമത്തെ ആളെ കല്യാണമാണെന്ന് ഇപ്പോൾ പോകുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ സങ്കടമുണ്ട്. നല്ല ഹാപ്പിയാണ്. സന്തോഷമായിട്ടിരിക്കട്ടെ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ. ആദ്യം പേടിയുണ്ടായിരുന്നു, ഇനി ഞങ്ങളെ ഫാമിലിക്ക് വരുന്ന ആൾ എങ്ങനെയായിരിക്കും, ഞങ്ങളെ കൂട്ടത്തിക്ക് കൂടില്ലേ എന്നൊക്കെ. പക്ഷെ എന്താ പറയാ, ദൈവത്തിന്റെ അനുഗ്രഹമാണോ എന്താന്ന് അറിഞ്ഞൂടെ, അതേ കണക്ക് എന്ന് പറഞ്ഞ കണക്കായിട്ടുള്ള ഒരാളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. സോ ഹാപ്പിയാണ്. അവളുടെ സെലക്ഷൻ അടിപൊളിയാണ്.
ഹാപ്പി മാരീഡ് ലൈഫ്.